നിതിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്കൂളിൽ ഒരു വെള്ള ഷർട്ടിട്ട് ഇതുപോലൊരു മഴക്കാലത്ത് ജോയിൻ ചെയ്തൊരു സീനിയറാണ്. ലൈക്ക് നമുക്ക് ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉള്ളപ്പം വൈ സമ്മൺ എൽസ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ തോട്ട് വന്ന് വി കൈൻഡ് സെറ്റിൽഡ് ഇൻ. Love to me is being so comfortable with a person whom you can share. Finding that person, that special person is what love is to me. Like whatever I do, whatever I come across with, I can come down and at the end of the day I can talk to her about it. She's here. Yep. നമ്മൾ തുടങ്ങാണ്, തുടരും. സത്യമായിട്ടാണെങ്കിൽ ഞാൻ കാൻബറ, ഞങ്ങൾ ഇവരോട് ഒരുമിച്ച് താമസിക്കുന്ന, അതുകൊണ്ട് ഐ ഹവ് സീൻ ദം അപ്പ് ക്ലോസ് മോർ ദൻ എനിവൺ എൽസ്. ഒരു ചേഞ്ചും അവർക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ഹാപ്പിയസ്റ്റ് ബിഫോർ മാരേജ്. ഉറപ്പിച്ച പിന്നെ അതിന് മുമ്പ് ഞാനൊരു ചേഞ്ച് കണ്ടിട്ടില്ല. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്കറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐ തിങ്ക് വി ജസ്റ്റ് കൻ നോട്ട് ബി വിത്തൗട്ട് ഈച്ച് അതർ. ഐ തിങ്ക് that relationship just works, operates like that. Like it was actually a mutual feeling. രണ്ടുപേർക്കും അറിയായിരുന്നു. ആൻഡ് അത് മേ ബി രണ്ടുപേരും അത് വളരെ എവിഡന്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയാം. ഐ മീൻ ലൈക്ക് ജാക്കിക്കാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. എനിക്കതിങ്ങനെ വാക്കുകളിൽ പറയാൻ അറിയില്ല ആക്ച്വലി. ബട്ട് why Nitin എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I cannot think of anyone other than Nitin. Like lived a bit of love inside of you, carry it like a light, I say, and this love കുറേ അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഞങ്ങൾ തല്ലുപിടിയാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. ഇപ്പം എവിടെ പോയാലും ഈവൻ ജാക്കി ഹിസ് ടു ബി വൈഫ്, ഷീ നോസ്, നമ്മൾ അവിടെ ട്രിപ്പ് പോയാലും ഞങ്ങൾ തല്ലുപിടിക്കും. ഷീ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കും. A little annoying when he comes to the brother dynamic. Actually a highly annoying brother. എല്ലാവരുടെയും ഒരു ലീഡറാണ്, എല്ലാവരുടെയും വഴികാട്ടിയാണ്. ഞങ്ങൾക്കൊക്കെ ഓസ്ട്രേലിയയിലെ വഴികാട്ടിയായിരുന്നു. ഇത് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ക്രിഞ്ച് ടിപ്സ് ഉണ്ടോ? നിതിൻ പെട്ടു മോനെ, വേറൊന്നും പറയാനില്ല. ഇതെൻ്റെ അടുത്ത് പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര, ഐ മീൻ ജാക്കിക്ക് വെഡിങ് അല്ലെങ്കിൽ ഓരോരോ ഇവൻറ്റ്സ് ഭയങ്കര അങ്ങനെ സിഗ്നിഫിക്കൻസും ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളിക്കാരി ഡ്രീം ചെയ്ത് ഒരു ലാസ്റ്റ് 6 months ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിതിനാണെങ്കിലും വാസ് വെരി കോൺഷ്യസ് അബൌട്ട് ഗെറ്റിംഗ് ഡ്രസ്ഡ് ആസ് എ ഗ്രൂം. I could never picture myself as a bride. അപ്പം it was really exciting actually to see him as my groom, right? And അത്രയും നേരം I was tensed about the time and everything. പക്ഷെ നിതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും it all just like I know how important it is for her. അത് ഇന്ന് കണ്ട ഇമോഷനിൽ ആ ഒരു ഫസ്റ്റ് ലുക്ക്, ലൈക്ക് ഇറ്റ്സ് ഫൈനലി ഹാപ്പനിങ്. ലൈക്ക് വി ബീൻ വെയിറ്റിംഗ് ഇൻ പ്ലാനിങ് ഫോർ ദ പാസ്റ്റ് 6 months. ലൈക്ക് ഫിക്സ് ഇങ്ങനെ നമ്മൾ തീരുമാനമൊക്കെ ആയി പോയിട്ട് ഇപ്പം ഇത്രയും നാൾ നമ്മളിങ്ങനെ ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ന് ഡി ഡേ ആണ്. Probably that's why I cried as well. But like that feeling of like finally we made it എന്നുള്ള ആ ഒരു ഫീലിംഗ് വന്നത് is when I saw him, and he just looked amazing. And I know that he has that look in his eyes where he just like stares into my soul and like he'll be communicating to me telepathically, and he was telling me like it's all right. I don't know, probably just run and give the tightest hug. That's what I feel like right now. Just to see him and give him the tightest hug and just tell him that we've made it. We've made it to our big day, and we've been looking forward to this for really long.